ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നന്മയുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കിട്ടിയ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, കുഞ്ഞല്ല ഒരു വലിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പം ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതിനെന്താ അത്ര വലിയ കാര്യം എന്ന്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൽ രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, നമ്മളിങ്ങനെ കുഞ്ഞുവാവളെയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, അപ്പം നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചിലരിങ്ങനെ DIYസും ക്രാഫ്റ്റും ഒക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയത് ഞങ്ങളുടെ വാർഡിലെ, ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങളുടെ വാർഡിലെ സ്റ്റാഫ് എല്ലാവരും കൂടി തന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവരുടെ ഒരു ഹോബി പോലെയോ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് പോലെയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം അവർക്കൊരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ കാണാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്കിങ്ങനെ ഒരു ചാനലുണ്ടെന്നോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നോ ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് അവർക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ്ങിലേക്ക് പോയാലോ. ടപ്പേ. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത്രയും വലിയ സാധനം പുറത്തുവശത്തിരിക്കാം. അപ്പോൾ നമുക്ക് പൊട്ടിച്ചു നോക്കാതെ തന്നെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിബണാണ് കേട്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. അടിപൊളി, നല്ല ഈസ്റ്റർ ബണ്ണി പോലത്തെ ഒരു ബണ്ണിയാണ്. നല്ല റെയിൻബോ കളേഴ്സാണിത്. റെയിൻബോ ഇവിടുത്തെ ഒരു പ്രത്യേകതര കളറാണ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്താണ്, ഇത് കുഞ്ഞാവൾക്കൊക്കെ കളിക്കാം. കുഞ്ഞാവൾക്ക് മാത്രമല്ല, കുട്ടിക്കളി മാറാത്ത അമ്മമാർക്കും കളിക്കാം. ശിശുക്കളെ പോലെ ആവണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും കളിക്കാം. നല്ല ബണ്ണി. ഇനിയാണ് ഈ മെയിൻ സംഭവം കേട്ടോ. ആക്ച്വലി ഇതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഇവരെ അറിയാം. നമ്മൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ മെറ്റേണിറ്റി ലീവിനൊക്കെ പോകുമ്പോഴത്തേക്കും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊന്ന് ചെയ്തു നോക്കാനുള്ളൊരു ഐഡിയ കൊടുക്കുക. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഉണ്ടോ, കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് ഒരു തരത്തിലും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മുഴുവനും കണ്ടോ നാപ്പീസാണ്. ന്യൂ ബോൺ ബേബിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നാപ്പീസ്. നമുക്ക് ആദ്യം തന്നെ ഇത് തുറന്നു നോക്കാം കേട്ടോ. ഇവരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഈ സെയിം റിബൺ, ഞാൻ നേരത്തെ കാണിച്ച സെയിം റിബൺ തന്നെ വെച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. പൊളിക്കട്ടെ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് കണ്ടോ, എത്ര വലിയൊരു അടിപൊളി, അധികം കട്ടിയൊന്നുമില്ല, കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. സമ്മറിലും യൂസ് ചെയ്യാം വേണമെങ്കിൽ. നമുക്കിതൊരു ഫ്ലാനലൊക്കെ പോലത്തെ മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുഞ്ഞാവകളെയൊക്കെ നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് നല്ലോണം ടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറേ നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഒരു ബോഡി മസാജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. ഒരു 2-3-4 hours ചിലപ്പം കുഞ്ഞാവകളൊക്കെ ഉറങ്ങിക്കോളും. അതിന് ഭയങ്കര ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഈ ബ്ലാങ്കറ്റ്. ഈ റാപ്സൊക്കെ കിട്ടും. ഇത് ശരിക്കും കടകളിലൊക്കെ നമുക്ക് 3 എണ്ണത്തിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിൻ്റെ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഈ ഗിഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാമല്ലോ. ഇത് ഞാൻ ആരെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ കാണുന്നതാണ് ഈ ഒരു സംഭവം. അതാണ്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജ് ഡാനിയൽസ് ഡിസൈൻ എന്നാണ്. ഡാനിയൽ എന്നാണ് അവരുടെ പേര് കേട്ടോ. മലയാളിയല്ല, ഒരു ഓസ്ട്രേലിയക്കാരിയാണ്. ഡാനിയൽ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ആൾക്കാരുടെ പേര് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയാൻ പാടില്ല. ഡാനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാണ്, ഡാനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാണ്. ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്ലാങ് ഒക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പിടി കിട്ടിയിട്ടില്ല സത്യം പറയാലോ.
പിന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ആ സെയിം റിബൺ കൊണ്ട് തന്നെ കെട്ടിയിരിക്കുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ താഴത്തെ തട്ടിൽ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ. ഇത് വിൻ്ററിൽ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. അപ്പോൾ വിൻ്ററിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. വിൻ്റർ ഈസ് വെരി ഡിപ്രസിങ്. പക്ഷേ വാവകൾ നല്ലോണം ഉറങ്ങിക്കോളും. വിൻ്ററിലാണ് പിള്ളേർ കുറച്ചും കൂടി കൂടുതൽ നേരം കിടന്നുറങ്ങുന്നത്. അവരൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ടുള്ള ബ്ലാങ്കറ്റിലൊക്കെ വെച്ച് പൊതിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങിക്കോളും. അതാണ് ഈ ബ്ലാങ്കറ്റ്. പിന്നെ അക്കൂട്ടത്തിൽ തന്നെ കുറേ നാപ്പികളുണ്ട് കേട്ടോ. ഇത്രയും നാപ്പീസ് ഉണ്ട്. അപ്പോൾ നാപ്പി ഇങ്ങനെ ഒരു ബിഗ് റബ്ബർ ബാൻഡ് കൊണ്ട് നമ്മളിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടോ? ഈ ഗിഫ്റ്റ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാത്തവർക്ക് പിന്നെ ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, എന്തോരം സമയം മെനക്കെടണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സുഖമായിട്ട് ഈ ഫേസ്ബുക്ക് പേജ് കയറിയിട്ട് അവരോട് ഓർഡർ ചെയ്ത് മേടിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കുറേ അധികം താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ഒരു എന്താ പറയുക കൊറോണ സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആർക്കും വരാനൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ 2 മാസം ആവാറായി. ഇത്രയും നാൾ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾക്ക് വേറെയും കുറേ പേര് വന്ന് കുറേ കുഞ്ഞുടുപ്പുകളും കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഭയങ്കര കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച കുറേ നല്ല മനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഫോർമലായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരുപാട് സന്തോഷം. അവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ 1 മാസത്തോളം നമ്മൾ ഫുഡ് പോലും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ശരിക്കും ഓരോ 2-3 ദിവസം കൂടുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫുഡൊക്കെ ആയിട്ട് വരുമായിരുന്നു. ചോറ് മാത്രമേ ഞങ്ങളിവിടെ വയ്ക്കാറുള്ളൂ. കറികളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.